Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി എപ്പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മustha. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ വരുന്ന വെക്കേഷൻ, ഏത് വെക്കേഷൻ ആവട്ടെ, വെക്കേഷൻ സമയത്ത് കുട്ടികൾ, വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികളായാലും കോളേജ് വിദ്യാർത്ഥികളായാലും അവരുടെ ആ വെക്കേഷൻ ടൈം ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം വിദ്യാർത്ഥികൾ തന്നെയാണ് കേൾക്കുന്നതെങ്കിൽ സ്വയമായിട്ടും മറ്റുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ സ്റ്റുഡൻസിനൊക്കെ അവരുടെ വെക്കേഷൻ ക്ലാസ്സിലോട്ട് ചെയ്തു കൊടുക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ടി അവരെ തയ്യാറാക്കാവുന്ന ഒരു 10 കാര്യങ്ങളാണ്. അപ്പോൾ വെക്കേഷൻ സമയത്ത് കുട്ടി എങ്ങനെയായിരുന്നോ അതിനേക്കാളും അവരുടെ എല്ലാ മേഖലയിലും പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആവട്ടെ, അവരുടെ കരിയർ ഗൈഡൻസ്, കരിയർ മേഖലയിലാവട്ടെ, അല്ലെങ്കിൽ അവരുടെ പഠന കാര്യത്തിലാവട്ടെ, മറ്റുള്ള പേഴ്സണാലിറ്റിയിലാവട്ടെ, അവരുടെ പഠനത്തിലുള്ള താല്പര്യത്തിലാവട്ടെ, അപ്രോച്ചിലാവട്ടെ, ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓവറോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന 10 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 10 കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ ചില സബ് പോയിന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ 10 കാര്യങ്ങളും കൂടി ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റണമെന്നൊരു സാധ്യതയില്ല. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് നോക്കിയിട്ട് ആ വെക്കേഷൻ എത്രത്തോളം വർക്കുണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് മാക്സിമം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളുടെ ഇതിന് ശേഷം വരാൻ പോകുന്ന നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആസ് എ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലും ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിലും നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവും. അത്തരം 10 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഇതിലെ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു വെക്കേഷൻ ക്ലാസ് IAS ജൂനിയർ കോഴ്സ് വെക്കേഷൻ ക്ലാസ് നടക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് 2 മാസം ഓരോ ദിവസവും 1 hour വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കുട്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ സൂമിലൂടെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് UPSC എന്നുള്ള ലക്ഷ്യം ഏറ്റവും സ്ട്രോങ് ആക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കുട്ടിയെ സഹായിക്കുന്ന ഓവറോൾ പഠനത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെക്കേഷൻ ക്യാമ്പ്, വെക്കേഷൻ ക്ലാസ് നടക്കുന്നുണ്ട്. IAS ജൂനിയർ കോഴ്സ് വെക്കേഷൻ കോഴ്സ് എന്ന് പറയും. വളരെ കുറഞ്ഞ ഫീസിലാണ്. അപ്പോൾ 6000 ആണ് അതിൻ്റെ ഫീസ് വരുന്നതെങ്കിലും ഇപ്പം ജോയിൻ ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു ഓഫർ പ്രൈസിൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉള്ള നമ്പറുമായിട്ട് ഉടനെ ബന്ധപ്പെടാവുന്നതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പറ്റുന്നതും വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം വെക്കേഷൻ മാസം എന്ന് പറയുന്നത് സ്കൂൾ ഒക്കെ കഴിഞ്ഞു ഒന്ന് റിലാക്സ് മോഡിലോട്ട് വരുന്ന സമയമാണ്. റിലാക്സേഷൻ നന്നായിട്ട് വേണം, നിർബന്ധമാണ്. കാരണം ഒരു വർഷത്തോളം പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കുട്ടിക്ക് റിലാക്സേഷൻ നിർബന്ധമായിട്ടും വേണം. പക്ഷെ അതിൻ്റെ കൂടെ അടുത്ത ഇതിലേറെ വലിയ ക്ലാസ്സിലോട്ടാണ് സ്വാഭാവികമായിട്ടും പോകുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി കുട്ടിയെ തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 +2 കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് PGയിലോട്ടൊക്കെ പോകുന്ന സമയമായിരിക്കും. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് സ്വീകരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കരിയറിൽ വലിയ വലിയ മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വെക്കേഷനിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇനി അവസാനം ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഏതാണെന്നുള്ളതും പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കൂൾ ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാമെന്നും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂൾ പഠനം സമയത്ത് നിങ്ങൾക്കറിയാം ചില സബ്ജക്റ്റ് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഓക്കെ, ചിലപ്പോൾ മാത്സ് ബുദ്ധിമുട്ട്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ട്. അപ്പോൾ അവർ ഈ വെക്കേഷൻ അവർ ചെയ്യേണ്ടത് എല്ലാ സബ്ജക്റ്റും കൂടി ഒരുമിച്ച് പഠിക്കുന്നതിന് പകരം ബുദ്ധിമുട്ടുള്ള 1-2 സബ്ജക്റ്റ് മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അതൊന്ന് ഡെവലപ്പ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താം. അതിനുവേണ്ടി എക്സ്ട്രാ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. നമ്മുടെ സ്കില്ല്, ചെറിയ സ്കില്ലുകൾ, റൈറ്റിംഗ് സ്കില്ല്, റീഡിംഗ് സ്കില്ല്, ലിസണിങ് സ്കില്ല്, ഇത്തരം സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം. അതിനുവേണ്ടി യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ രക്ഷിതാവ് ടീച്ചർക്ക് തന്നെ അതിന് ഏബിൾ ആണെങ്കിൽ കുട്ടിക്ക് അത്തരം ആവശ്യമായ ടാസ്കുകൾ കൊടുക്കാം. ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ എല്ലാ ക്ലാസ്സിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ എന്ത് ചെയ്യുക, കുട്ടിക്ക് വേണ്ടി 1 മണിക്കൂർ ഡെയിലി ഇത് ഇമ്പ്രൂവ്മെന്റ് വേണ്ടി കുട്ടികൾ ഒരു നിർദ്ദേശം കൊടുത്താൽ മതി. കുട്ടികൾ സ്വയം ചെയ്യുന്നതാണ്. കുട്ടികളെ താല്പര്യം ഉണ്ടാക്കിയിട്ട് അവർ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യുന്നതാണ്. നമ്മൾ ഒന്നും അവരുടെ പോലെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്ത് അവർ മടി കാണിക്കുന്നത്. രക്ഷിതാക്കളാണെങ്കിലും ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മാത്സിന് ബുദ്ധിമുട്ടാണ്, എന്നാൽ നമുക്ക് ഈ 2 മാസം വെക്കേഷൻ എന്ത് ചെയ്യാം, മാത്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ തന്നെ എനിക്ക് മാത്സ് ഏറ്റവും ബെസ്റ്റാവും. മറ്റുള്ള എല്ലാ വ്യക്തികളും A+ വാങ്ങുന്ന ഒരാൾ മാത്സിൽ എന്തുകൊണ്ട് A+ നഷ്ടപ്പെടുത്തണം. അപ്പോൾ അതുവേണ്ടി നമുക്ക് ശ്രമിക്കാവുന്ന കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടി വളരെ താല്പര്യത്തോടുകൂടി എന്ത് ചെയ്യും, അതിനുവേണ്ടി തയ്യാറാവുന്നുള്ള ഒന്നാമത് നിങ്ങൾക്ക് ചെയ്യേണ്ട അതാണെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കാര്യം എന്ന് പറയുന്നത് ഹോബി ഡെവലപ്മെന്റ് ആണ്. ഹോബി ഡെവലപ്മെന്റ് ഈ വെക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് കാര്യമാണ്. ഹോബീസ് എന്ന് പറയുന്നത് നല്ല ഹോബി ഉണ്ടാവും, എന്ത് ഹോബി ആവട്ടെ, റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, എന്ത് ഹോബിയുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കളിക്കുന്നത് ഹോബിയായിട്ടുള്ള കുട്ടികളുണ്ടാവാം, ചെസ് കളിക്കുന്ന നല്ല താല്പര്യമുള്ള കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കളക്ഷൻസോ അല്ലെങ്കിൽ റീഡിങ്, നല്ല നോവൽസ് റീഡ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ ഹോബി എന്താണോ അത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണ്.
അപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചിലപ്പം അതിനുവേണ്ടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും, രക്ഷിതാവോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റോ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി കുറഞ്ഞ സമയം മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ വീഡിയോ ഡെയിലി എന്ത് ചെയ്യുക, നിങ്ങൾ കുറഞ്ഞ സമയം ഒരു വീഡിയോ അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനോ വീഡിയോ കാണാനൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി നിങ്ങൾക്ക് വീക്കിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വരുന്ന വെക്കേഷനിൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഹോബി ഡെവലപ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഹോബി ഡെവലപ്മെൻ്റ് രണ്ടാമതായിട്ട് വരുന്നത്. ഞാൻ ഓരോ പോയിന്റും വിശദമായിട്ട് പോകാത്തത് നമുക്ക് സമയം കൂടുതലായിട്ട് പോകുന്നുള്ളതുകൊണ്ടാണ്. ഓരോന്നിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഘട്ടമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഡയറക്റ്റ് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതാണ് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. മൂന്നാമതായിട്ട് കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ലോങ് ടേം നിങ്ങളുടെ കരിയർ അച്ചീവ്മെന്റിനൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നാണ്, എങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നാണ്. നമുക്കറിയാം ഒരു കുട്ടിയുടെ യഥാർത്ഥ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയാണ്, അല്ലേ? ഇനി പരീക്ഷ കുറിച്ച് മാർക്ക് പറഞ്ഞാലും പേഴ്സണാലിറ്റി എന്നുള്ള ആ ഒരു മേഖലയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആവട്ടെ, ആസ് എ പേഴ്സണൽ രീതിയിൽ അയാൾ വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾ വിജയിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികളാകുന്ന സമയത്ത് നമുക്കിപ്പോൾ അതിനു വേണ്ടി കുട്ടിക്ക് നിരന്തരമായിട്ട് കൊടുക്കാനുള്ള സമയം ഉണ്ടാവണമെന്നില്ല. കൊടുക്കാൻ നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും, അത് വേറെ വിഷയം. എങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതിന് സമയം ഉണ്ടാവണമെന്നില്ല എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൊടുക്കാൻ പറ്റിയ ഒരു 2 മാസം നമ്മളെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് സ്കില്ല് കുട്ടിയെ പഠിപ്പിക്കാം. വളരെ ചെറിയ കാര്യങ്ങൾ, അത് ഒരു കാര്യം എങ്ങനെ മാനേജ് ചെയ്യാം, ചില ടാസ്കുകൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അത് കുട്ടികളെ എങ്ങനെ എത്രത്തോളം അച്ചീവ് ചെയ്യുന്നുണ്ട്, അതിനവർക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രോത്സാഹനം നിർബന്ധം ശേഷം കൊടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ചില ഇൻസെന്റീവ്സ് ഒക്കെ കിട്ടേണ്ടി വരും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണ്ടിയുള്ള മാനേജ്മെന്റ് സ്കില്ലുകൾ കൊടുക്കാം. അതുപോലെ തന്നെ ലേൺ ഫ്രം ഫെയിലിയർ, അല്ലെ? ഫെയിൽ ആവുക, വീണ്ടും എന്ത് ചെയ്യുക, ട്രൈ ടു റൈസ്. ഓക്കെ, അപ്പം ഫെയിലിയർ ആവുന്ന കാര്യങ്ങൾ, ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിൽ തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില വർക്ക്ഷോപ്പുകളൊക്കെ ഓൾറെഡി നടക്കുന്നുണ്ട്, നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് വഴിയുമാവാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണ്ടിയുള്ള കാര്യങ്ങൾ റീഡിങ്ങിലൂടെ കിട്ടും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഡെയിലി ഒരു 10 മിനിറ്റ് വീഡിയോ ഡെയിലി സ്ഥിരമായിട്ട് കാണുന്ന കുട്ടിയെ നിർദ്ദേശിക്കാവുന്നതാണ്, കാണുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി റീഡിംഗ് ഹാബിറ്റ് കുട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ എന്ത് അതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. നല്ലൊരു പേഴ്സണാലിറ്റി ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾക്ക് മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. നാലാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏൺ എക്സ്ട്രാ മണി. ഓക്കെ, കുട്ടി അതും ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ കുട്ടി അതും പഠിച്ച് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കൊരു മണി കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ്, ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏത് രീതിയിലാവാം, നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ കുട്ടിക്ക് കണ്ടെത്താം, കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ്, നമ്മുടെ ഉള്ളിലുള്ള കണ്ടന്റുകൾ, നമുക്കുള്ള കഴിവുകൾ അത് നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതിന് കൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല, അപ്പം കുട്ടിക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷനുകൾ ചെറിയ ക്ലാസ് മുതൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലാവട്ടെ, ഞാൻ അറിഞ്ഞെടുത്തോളം അങ്ങനെയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ചൈനയിലായാലും ജപ്പാനിലായാലും ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായ രീതിയിൽ അവർ സമ്പാദ്യം അവരുണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കുട്ടിയെ പഠിപ്പിക്കണം. എങ്ങനെയാവാം ചെറിയ ബിസിനസ് പുതിയ തുടങ്ങാം. ഇപ്പം ബിസിനസ്, ചെറിയൊരു കച്ചവടം തുടങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയുള്ള ഒരു നാട്ടിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെറിയൊരു കച്ചവടം കുട്ടിക്ക് ഇട്ട് കൊടുക്കാം. ഓൺലൈനായിട്ട് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. കുട്ടിയുടെ കണ്ടന്റിലൂടെ കുട്ടിക്ക് വരുമാനം ഉണ്ടാക്കാം. ഏത് രീതിയിലാവട്ടെ ഒരു കുട്ടിക്ക് മണി അയച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ സഹായിച്ചുകൊണ്ട് അവർക്ക് ചെറിയൊരു വർക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെയും സമ്പാദിക്കാം. ഏത് രീതിയിലായാലും കുട്ടിക്ക് അത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതിലൂടെ കുട്ടി പഠിക്കുന്നതാണ്. എങ്ങനെ ചില സമയത്ത് നമുക്ക് ഒരു കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജ് ചെയ്യാം, ഓക്കെ, ഇനി എങ്ങനെ സേവിങ്സ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൂടെ കുട്ടി പഠിക്കുന്നതാണ്. അപ്പോൾ അത് പ്രായം കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പറ്റില്ല എന്നല്ല, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കച്ചവടങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുടെ എന്ത് ചെയ്യാം, അവരെ ശീലിപ്പിക്കാം. അത് മണി ഏൺ ചെയ്യാം. അത് അവരെന്നെ സ്വയം ഉപയോഗിക്കണമെന്നില്ല, മറ്റുള്ള ചാരിറ്റിയിലേക്കൊക്കെ അത് ഉപയോഗപ്പെടുത്തിയിട്ടും ശീലിക്കാം. അപ്പം എക്സ്ട്രാ മണി എന്നുള്ളതാണ് നാലാമതായിട്ട് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത് വോളണ്ടിയർ അല്ലെങ്കിൽ സർവീസ്. ഓക്കെ, വോളണ്ടിയറിങ് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ചുമ്മാ ഫോണിൽ കളിച്ചിരുന്ന്, ഗെയിം കളിച്ചിരുന്ന്, അല്ലെങ്കിൽ TV കണ്ടിരുന്ന് തീർക്കുന്നതിന് പകരം ഡെയിലി കുറഞ്ഞ സമയം കുട്ടിക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഒരു ചാരിറ്റി, ഒരു സർവീസ് ചെയ്യുന്ന രീതിയിലോട്ട് കുട്ടിയെ മാറ്റണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ കുട്ടി ഏത് ലെവലിലോ ഏത് ജോലിയിലോ എത്തിക്കഴിഞ്ഞാലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും പൊതുവെ ഉണ്ടാവുന്നതാണ്.
അപ്പോൾ കുറഞ്ഞ സമയം നമുക്ക് ഇപ്പം ഒരുപാട് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഇപ്പം ദിവസവും കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും തെരുവുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കുട്ടിയിലൂടെ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനം. നമുക്ക് നമ്മുടെ എന്താണ് ഓൾഡ് ഏജ് ഹോമുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാം, അത്തരത്തിലുള്ള മേഖല സന്ദർശിച്ച് അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റാം. അത്തരത്തിൽ വോളണ്ടിയറിങ് കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ അവർക്ക് മണി ഏൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾ കുറച്ച് ക്യാഷ് കൊടുക്കുന്ന ശീലം കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കുട്ടിയുടെ തിങ്കിങ്ങിലും കുട്ടിയെ ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തും. അത് വലിയ വലിയ ഉയരങ്ങളിലോട്ട്, നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം ഉയരങ്ങളിലോട്ട് കുട്ടിയെ എത്താൻ സഹായിക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതാണ് വോളണ്ടിയർ എന്തിയാണ്, അതിന് ചാരിറ്റി പ്രവർത്തനങ്ങൾ, സോഷ്യൽ സർവീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് കുട്ടിയെ പഠിപ്പിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ആറാമത്തെ കാര്യമായിട്ട് പറയാൻ പറ്റുന്നതാണ് ന്യൂസ് ടെക്നോളജി, ലേൺ ന്യൂ ടെക്നോളജി. കാരണം കുട്ടികൾ ഇപ്പോൾ ഉള്ള ടെക്നോളജി യുഗത്തിലാണുള്ളത്, അതുകൊണ്ട് അവർക്ക് ടെക്നോളജി പഠിക്കാനുള്ള ഈസി ആയിരിക്കും. അത് അവരുടെ പഠനത്തെയും പല ഇതിലും ബാധിക്കും. ഇപ്പം ഞാൻ റീസെന്റ് ഇപ്പോൾ SLC എക്സാമിന് സമയത്ത് ഒരു വാർത്ത കണ്ടു. SLC പഠിക്കുന്ന കുട്ടി അവൻ്റെതായ രീതിയിലുള്ള ഒരു ടെക്നോളജി അവൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അഥവാ ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് കണ്ടെത്താനും അത് പഠിക്കാനും റിവിഷൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു ആപ്പ് കുട്ടി കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ അതിന് അവർക്ക് എന്ത് ഏൺ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് കണ്ടെത്തുമ്പോൾ അവന്റെ മെന്റലി എല്ലാത്തിനും അവനുണ്ടാകുന്ന ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അതിൽ അവർക്ക് അപ്രീസിയേഷൻ കിട്ടുകയും അത് അവനക്ക് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ഉയരാനും അത് ഭാവിയിൽ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ അവനെ സഹായിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പൊ അതിനിടയ്ക്ക് ടെക്നോളജി ഇപ്പോൾ കാലഘട്ടത്തിലാണ്. ടെക്നോളജി ഇനി വരാൻ പോകുന്ന ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ടെക്നോളജിയും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതായിരിക്കും ഉണ്ടാകും. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവട്ടെ, അങ്ങനത്തെ ഏത് മേഖല. അപ്പൊ കുട്ടിയെ പുതിയ പുതിയ ടെക്നോളജി പഠിപ്പിക്കാൻ പറ്റുക, പുതിയ പഠിച്ചെടുക്കുക. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് കോഴ്സായിട്ട് എവിടെയെങ്കിലും പോയി ചെയ്ത് പഠിക്കാം, ഓഫ്ലൈൻ ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് യൂട്യൂബ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ടെക്നോളജി പഠിക്കാമെന്നുള്ള കുട്ടിയെ ഓവറോൾ ഡെവലപ്മെന്റിന് എന്ത് ചെയ്യും, കുട്ടിക്ക് അത് ഉപകാരപ്രദം. പല മേഖലയിൽ കുട്ടിക്ക് ഇനി വരാൻ പോകുന്ന IT ഫീൽഡിലൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവന് വരാൻ പോകുന്ന അവന്റെ കരിയറിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് 6th വൺ. 7th വൺ എന്ന് പറയുന്നത് ക്യാമ്പിംഗ് ആണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് ക്യാമ്പ് ഫയർ പോലത്തെ കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. അപ്പോൾ ക്യാമ്പിംഗ് ഒരു വളരെ അഡ്വഞ്ചർ ടൂറിസം പോലത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കത് ഫാമിലി ആയിട്ടും ഒക്കെ എന്ത് ചെയ്യും, കുട്ടിയെ കൊണ്ടുപോയി എന്ത് ചെയ്യുക, അത്തരം മേഖല കൂടി അവനെന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യിക്കണം എന്നുള്ളതാണ്. അഡ്വഞ്ചർ ടൂറിസം പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു കാര്യം അവനെ കൊണ്ട് ചെയ്യുമ്പോൾ അവനക്കൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടും. അപ്പോൾ കുട്ടിക്ക് വലിയൊരു ആഗ്രഹം, IAS ആവുന്ന ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് അത് ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചതായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നത് കാണുമ്പോൾ അവൻ എന്നെ തീരുമാനിക്കുക, ഇത് എന്നെ കൊണ്ട് പറ്റും. ഏത് ആഗ്രഹവും വ്യക്തമായ ലക്ഷ്യം നമുക്കുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ നേടാൻ പറ്റുന്നുള്ളൊരു വിജയം കിട്ടും, കോൺഫിഡൻസ് ലെവൽ കൂടും. അത് കൂടുതൽ മേഖല അവന് വേണ്ടി കണ്ടെത്താനും കൂടുതൽ ആളുകളായി പരിചയപ്പെടാനൊക്കെ എന്ത് ചെയ്യാം, അവനെ സഹായിക്കുന്നതാണ്. അപ്പം എന്ത് ചെയ്യുക, ക്യാമ്പിംഗ് പോലത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്നുള്ളത് അതും എന്ത് ചെയ്യാൻ കുട്ടിയെ ഗുണകരമാക്കുന്ന ഒരു കാര്യമാണ്. അതാണ് 7th വൺ. 8th വൺ ആയിട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ പറയുന്ന നമുക്ക് ഭയങ്കര മെന്റലി ഇതൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പോകുന്ന മെന്റൽ ഹെൽത്തിൽ നമ്മുടെ ചിന്താഗതികളിലായാലും നമ്മുടെ പേഴ്സണാലിറ്റിയിലായാലും ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റീഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. പരന്ന വായന. ഇപ്പോൾ ലോകത്ത് ഉയരങ്ങളിൽ എത്തിയവരൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഒരു പിന്നിലോട്ട് അവരുടെ ചരിത്രം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വായനാശീലമുള്ള ആളുകളായിരുന്നുള്ളതാണ്. ഓക്കെ, വെറും കലാകാരന്മാരായ ആളുകൾ മാത്രമല്ല, അല്ലെങ്കിൽ എഴുത്തുകാരായ ആളുകൾ മാത്രമല്ല, അവർക്ക് എന്തായാലും വായന ഉണ്ട്. വലിയ വലിയ ചിന്തകൾ കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്ന ആളുകളൊക്കെ നല്ല വായനക്കാരായിരുന്നുള്ളതാണ്. അപ്പം അത് കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അത് കുട്ടിയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം, കുട്ടിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തണം. അപ്പം നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു വീക്കിലി നമ്മളൊരു പുതിയ ബുക്ക് വായിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം അതിൻ്റെ കൂടെ ഒരു അസൈൻമെന്റ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ട് കുട്ടിയെ എന്ത് ചെയ്യാം, ഒരു 2 മാസമാണെങ്കിൽ 2 മാസം ഇത്ര പുസ്തകം വായിച്ചു തീർക്കുന്ന ടാർഗറ്റ് കുട്ടിയും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകണം. നമ്മളൊന്ന് അടിച്ചേൽപ്പിക്കരുത്, കുട്ടിയെ ഡിസ്കസ് ചെയ്ത് കുട്ടിയിൽ നിന്ന് തീരുമാനം എടുപ്പിച്ച് കൊണ്ടുവരണം. അപ്പോഴാണ് കുട്ടി അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും. പിന്നെ വായന എന്ന് പറയുന്നത് ആ ഒരു ലോകത്തേക്ക് അത് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളൂ. അത് കാലെടുത്ത് വെക്കും തോറും നമുക്ക് അതിന്റെ മധുരം മനസ്സിലാവുന്നതാണ്. കൂടുതൽ കൂടുതൽ വായിക്കും. നമ്മളെ പിന്നെ ആരും നമ്മൾ മുൻകൈ എടുത്ത് പറയേണ്ടിയില്ല, വായിച്ചുകൊണ്ടേയിരിക്കും. കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ വായനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ്.
അപ്പോൾ അത് വായനാശീലം കുട്ടിയിൽ ഉണ്ടാക്കുക. പുതിയ പുതിയ ബുക്സുകൾ ഡെയിലി വായിക്കുക. പുതിയ ബുക്സ് വായിക്കുന്നവരുടെ കൂടുതൽ ആളുകളുടെ ജീവിതം പരിചയപ്പെടാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ലോകത്തെ കൂടുതൽ അടുത്തറിയാനും നമ്മളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ചിന്തകൾ വളരാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് സഹായിക്കുന്നതാണ്. അപ്പോൾ റീഡിങ് ഹാബിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങളുടേതായ രീതിയിൽ അത് തന്നെ കുട്ടിയിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് രീതിയിലും എത്തിക്കാം. വായനാശീലം ഉണ്ടാക്കുക. ഈ വെക്കേഷൻ കഴിയുന്നതോടുകൂടി കുട്ടിക്ക് സ്വന്തമായിട്ടൊരു ലൈബ്രറി എന്ത് ചെയ്യണം, വീട്ടിൽ ഉണ്ടാവണം. കുട്ടിക്ക് വായന ഒരു ശീലമാക്കണം. ഒരു 1 വീക്ക് ഒരു ബുക്ക് വായിച്ച് തീരുന്ന രീതിയിലോട്ട് കുട്ടി മാറണം. ഓക്കെ, അതിനുവേണ്ട ശ്രമം നടത്താം. നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലൂടെ എത്തിക്കാം. അതാണ് റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 9 to 1 എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ന്യൂ സ്കിൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്കില്ലാണ്. മണി ഏൺ ചെയ്യാൻ പഠിക്കുക ഒരു സ്കില്ലാണ്. റണ്ണ് ചെയ്യാത്ത കുട്ടികൾ ഡെയിലി റണ്ണിങ് ചെയ്യാം, അതൊരു സ്കില്ലാണ് അല്ലെ. വാക്കിംഗ് ഡെയിലി ചെയ്യാം, സ്കില്ലാണ്. അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം, അത് സ്കില്ലാണ്. അല്ലെങ്കിൽ പുതിയ ടെക്നോളജി പഠിക്കാം, അത് സ്കില്ലാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമുക്ക് എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയ പുതിയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം, അതിന്റെ ഭാഗമായിട്ടൊക്കെ സ്കില്ല് പഠിക്കും. അപ്പൊ അത്തരത്തിലൊരു സ്കിൽ ഡെവലപ്മെന്റ്. ഇപ്പൊ റൈറ്റ് ഹാൻഡ് മാത്രം എഴുതുന്ന ഒരാളാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് എഴുതിക്കാം. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ ഒരു സ്കില്ലാണ്. അപ്പൊ 2 കൈ കൊണ്ട് എഴുതുന്ന സമയത്ത് എഴുതണമെന്നല്ല, പക്ഷെ 2 കൈ കൊണ്ട് കുട്ടിക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ ഭയങ്കര സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന സമയത്ത് എപ്പോഴും ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് കൂടി കുട്ടിക്ക് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റൈറ്റ് ബ്രെയിൻ കൂടി വർക്ക് ചെയ്യാം. 2 ബ്രെയിനും വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടിക്ക് അവന്റെ ബുദ്ധിയിലും ചിന്തയിലൊക്കെ വളർച്ച ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് ബാക്കോട്ട് നടന്നു പോകണമെന്ന് പറയാറുണ്ട്. അത് 2 ബ്രെയിനും വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും വലത്തെ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം ആണെങ്കിൽ അടുത്ത കൈ കൊണ്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഓക്കെ, അതൊക്കെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം. ഇപ്പൊ കുട്ടിക്ക് ഓൾറെഡി ഹിന്ദി, ഇംഗ്ലീഷും മലയാളം ഒക്കെ അറിയുന്ന കുട്ടിയാണ് ഹിന്ദി ലാംഗ്വേജ് പഠിപ്പിക്കാം. ഇനി ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം അറിയുന്ന കുട്ടിയാണ് വേറെ ലാംഗ്വേജ് കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കാം. അത് സ്കൂൾ പരീക്ഷയിൽ മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ആ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയാണ്, ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയാണ്. അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുട്ടിയുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, ഗുണകരമാകുന്നുള്ള കാര്യം തീർച്ചയാണ്. അതാണ് നിങ്ങൾക്ക് 9ാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, 10ാമതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്നാൽ എക്സ്പ്ലോർ യുവർ കരിയർ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കരിയർ ഉണ്ടാവണം, നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കുറെ കുട്ടികളുണ്ട്. അപ്പൊ എന്ത് കരിയറാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയതെന്നുള്ളത് നമ്മൾ ഈ കുറഞ്ഞ വെക്കേഷനിലോ കുറഞ്ഞ സമയം കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ തുടക്കെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഒരുപാട് കരിയറിനെ കുറിച്ച് പഠിക്കാം. അതിൽ ഏറ്റവും എന്തൊക്കെ അവസരങ്ങളാണ് ഓരോ കരിയറിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, സൊസൈറ്റിയെ സേവനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കരിയർ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കണം. അതിനെക്കുറിച്ച് വ്യക്തമായി ഡീപ്പായിട്ട് പഠിക്കണം. അപ്പൊ IAS എന്നുള്ള കരിയറുകളൊക്കെ അല്ലെങ്കിൽ ആ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നമ്മുടെ IASന്റെ ജൂനിയർ കോഴ്സ് വളരെ ഫലപ്രദമാണ്. IASന്റെ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കരിയർ നിങ്ങൾ എന്ത് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഒരുപാട് കരിയർ അവസരങ്ങൾ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ പഠിക്കാം, മനസ്സിലാക്കാം. എന്നിട്ട് എനിക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് തോന്നുന്നത്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക, അത് ഉറപ്പിക്കുക, അതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കുക പിന്നീട് നടത്തുക. അതിന് വേണ്ടിയുള്ള ഗോൾ സെറ്റിംഗ് കാര്യങ്ങൾ നടത്തുക. ഇപ്പോൾ ഒരു കൂടുതൽ കരിയർസിനെ കുറിച്ച് നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടി വരും. കരിയർ ഡെവലപ്മെന്റ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാം. 10ാം ക്ലാസ്സിലോ +2 കുട്ടികളൊക്കെ ആണെങ്കിൽ നിർബന്ധമാണ്. ഡിഗ്രിക്കാർ പ്രത്യേകിച്ച് നിർബന്ധമായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമോ കാര്യങ്ങളോ ജീവിതത്തിലില്ലെങ്കിൽ ഈ 10 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലല്ലേ അമിതമായ അമൃത വിഷം എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങളോട് കിടക്കുന്നില്ല. മറ്റുള്ള വീഡിയോസിലൊക്കെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടൻ വരും. അപ്പൊ ഈ 10 കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലോ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ജീവിതത്തിലോ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ ഒരു എഫേർട്ട് കൊണ്ട് അവരുടെ ജീവിതത്തിലും അവരുടെ കരിയറിലും അവരുടെ പഠനത്തിലും പേഴ്സണാലിറ്റിയിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന 10 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് റീഡിങ് ഹാബിറ്റ് തന്നെയാണ്. റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുക. റീഡിംഗ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരുന്നതാണ്. നല്ല പരന്ന വായന ഉണ്ടെങ്കിൽ ഇതൊക്കെ വായന കിട്ടുന്നതായിരുന്നു സ്വാഭാവികം. അപ്പൊ ഇതൊക്കെ വായന ഉണ്ടെങ്കിൽ ഈ വായനയിലൂടെ നമ്മൾ എങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം റീഡിങ് ആണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യാം. അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലും കുട്ടികൾ ചെയ്യണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിലേറെ അറിയുന്ന ആളുകളായിരിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക, ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നാവും. അപ്പോൾ ഇത് കാണുന്ന ആൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ കിട്ടും.
മറ്റുള്ളവരുടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെക്കേഷനോട് കുട്ടികൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ് IAS ജൂനിയർ കോഴ്സ് വെക്കേഷൻ ക്ലാസ് എന്ന് പറയും. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഒരു ദിവസം 1 മണിക്കൂർ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാം, കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ 2 മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.